വർഷാവസാന ദൗത്യമായ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിക്ഷേപിക്കാനൊരുങ്ങി ISRO. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-60 ഉപയോഗിച്ചാണ് വിക്ഷേപണം. 2 ചെറിയ ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗിച്ച ഇൻ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പ്രകടമാക്കുക എന്നതാണ് ഇതിലൂടെ ISRO ലക്ഷ്യമിടുന്നത്. ഭൂമിയിൽ നിന്നുള്ള GNSSന്റെ പിന്തുണയില്ലാതെ ഭാവിയിൽ ചന്ദ്രയാൻ 4 പോലുള്ള ചാന്ദ്ര ദൗത്യങ്ങൾക്കാവശ്യമായ സ്വയംഭരണ ഡോക്കിങ്ങിന്റെ മുന്നോടിയായാണ് ഈ ദൗത്യമെന്ന് ISRO പ്രസ്താവനയിൽ പറയുന്നു. ഇതോടെ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രം കൈവശമുള്ള ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഇന്ത്യക്ക് സ്വന്തമാകും. 400 കിലോഗ്രാം വീതം വരുന്ന ടാർഗറ്റ്, ചേസർ എന്നീ 2 പേടകങ്ങളാണ് ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുക. മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗതയിൽ പരസ്പരം അടുത്തെത്തുമ്പോൾ സമീപിക്കുമ്പോഴാണ് ഉപഗ്രഹങ്ങൾ ഒറ്റ യൂണിറ്റായി മാറുന്നത്. അതിവേഗത്തിൽ വരുന്നതിനാൽ പേടകങ്ങൾ തമ്മിലുള്ള കൂട്ടയിടി ഒഴിവാക്കുക എന്നതാണ് ശ്രമകരമായ ജോലി. PSLV C-60 വിക്ഷേപണ വാഹനം സംയോജിപ്പിക്കുക, അന്തിമ പരിശോധനകൾക്കായി ഫസ്റ്റ് ലോഞ്ച് പാഡിലേക്ക് മാറ്റുക എന്നീ നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. UR സാറ്റലൈറ്റ് സെന്ററാണ് സ്പേഡെക്സ് ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്തത്. ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഡോക്കിംഗ്, ബെർത്തിംഗ് സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ്. ബഹിരാകാശ നിലയ ക്രൂ എക്സ്ചേഞ്ച്, ബഹിരാകാശ നിലയങ്ങളുടെ അറ്റകുറ്റപ്പണി, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്കും ഇത് വേണം. ഭൂമിയിൽ നിന്ന് ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ പേടകം സ്റ്റേഷനിൽ കൃത്യമായി ഡോക്ക് ചെയ്യുന്നത് വഴി ക്രൂവിൻ്റെയും ചരക്കുകളുടെയും സുരക്ഷിതമായ കൈമാറ്റം ഉറപ്പാക്കും. ഇത്തരത്തിലുള്ള അതിസങ്കീർണവും നിർണായകവുമായ പ്രക്രിയയാണ് ഡോക്കിംഗ് എന്നതിനാൽ ഈ നേട്ടം കൈവരിക്കുക എന്നത് ബഹിരാകാശ ദൗത്യത്തിൽ പ്രധാനമാണ്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് പാറയും മണ്ണും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്നതിനായി 2027 ചന്ദ്രയാൻ 4 വിക്ഷേപിക്കാൻ ISRO പദ്ധതിയിട്ടിട്ടുണ്ട്. 2028 ബഹിരാകാശ നിലയം എന്നതും ISRO ലക്ഷ്യമിടുന്നു. ഈ ദൗത്യത്തിനെല്ലാം ബഹിരാകാശ ഡോക്കിംഗ് എന്ന സാങ്കേതികവിദ്യ അത്യന്താപേക്ഷിതമാണ്.